തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ സംഭവം വിവരിച്ചതോടെയാണ് കൂട്ടക്കൊല പുറംലോകം അറിയുന്നത്. താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നാണ് പെരുമന സ്വദേശിയായ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത്. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതക വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു. അഫാന്റെ വീട് പൊളിച്ചാണ് പോലീസ് അകത്തുകയറിയത്. അഫാൻ തുറന്നിട്ട ഗ്യാസ് സിലിണ്ടർ പോലീസ് എത്തിയാണ് ഓഫ് ചെയ്തത്. മൃതദേഹങ്ങളിൽ മാരകമായ മുറിവുണ്ടായിരുന്നു. ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് വിവരം. അഫാന്റെ വീട്ടിലുണ്ടായിരുന്നവരെ ഇന്നലെയാണ് നാട്ടുകാർ അവസാനമായി കണ്ടത്. കൊല്ലപ്പെട്ട യുവതി ആരാണെന്ന് ആർക്കും അറിയില്ല. കൊലയ്ക്ക് ശേഷം ഓട്ടോറിക്ഷയിലാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തിയത്. നാട്ടുകാർ പറഞ്ഞു, പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇയാൾ ആരുമായും കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നുവെന്നും പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം തന്നെ ഉറ്റവരായ 5 പേരെ കൊലപ്പെടുത്തിയതായി 23-കാരനായ അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയപ്പോൾ ഞെട്ടിയത് പോലീസുകാരായിരുന്നു. അഫാന്റെ ഇരകളിൽ ഒരാൾ 13 വയസ്സുകാരനായ സ്വന്തം സഹോദരൻ അഫ്സാൻ തന്നെയായിരുന്നു. പ്രതിയും സഹോദരനുമായി 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. സഹോദരന് വലിയ സ്നേഹമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സഹോദരനൊപ്പമുള്ള ധാരാളം ചിത്രങ്ങൾ അഫാൻ പങ്കുവച്ചിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ ശേഷം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതായിരുന്നു അഫാൻ. കൊലപ്പെടുത്തുന്നതിന് മുൻപ് അഫ്സാനെ അഫാൻ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയതായി സൂചനയുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് കൊലപാതക വിവരം പുറത്തുവന്നത്. താൻ 6 പേരെ കൊന്നു, സഹോദരന്റെയും യുവതിയുടെയും മരണം ഉറപ്പാക്കിയെന്നും അഫാൻ വെളിപ്പെടുത്തുകയായിരുന്നു. വിവരം അറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി. അഫാൻ പറഞ്ഞ സ്ഥലങ്ങളിൽ പോലീസ് സംഘം പരിശോധിച്ചപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമ ബീവിയുടെ മൃതദേഹം കണ്ടെത്തി. ഇവരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. ചുള്ളാളത്തി പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊന്നു. സഹോദരൻ അഫ്സാനെയും ഹർസാനെയും സ്വന്തം വീട്ടിൽ വച്ചാണ് കൊലപ്പെടുത്തിയത്. മാതാവ് ഷെമി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്.